മുമ്പിൽ മാർച്ച് നയിച്ച് എത്തിയിരിക്കുന്ന സഖാവ് പിണറായി വിജയൻ ഒരു കൊച്ചു കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംഗീതത്തിലെ 72 മേളകർത്ത രാഗങ്ങളിൽ 56ാമത്തെ രാഗത്തിന്റെ പേര് കല്യാണി എന്നാണ്. സംഗീത വിദ്വാൻമാരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും ഫലദായകമായ രാഗമാണ് കല്യാണി. കണ്ണൂരിൽ ഒരു അമ്മയുണ്ടായിരുന്നു, ആ അമ്മയുടെ പേരാണ് കല്യാണി. ആ കല്യാണി എന്ന് പറയുന്ന അമ്മ പ്രസവിച്ച ആദ്യത്തെ 11 കുഞ്ഞുങ്ങൾ കൈക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മരിച്ചുപോയി. 12ാമത് ജനിച്ച കുഞ്ഞ് നാണു, 13ാമത് ജനിച്ച കുഞ്ഞ് കുമാരൻ, 14ാമത് ജനിച്ച കുഞ്ഞാണ് ഇപ്പോൾ ഈ പ്രായത്തിൽ നിൽക്കുന്ന പിണറായി വിജയൻ എന്ന നമ്മുടെ സഖാവ്. ആ 14ാമത്തെ പുത്രൻ തന്റെ ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇന്ന് ഈ രൂപത്തിൽ കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ നേതാവെന്ന് ഞാൻ പറയും. ചിലര് പറയും ചിരിക്കാൻ അറിയില്ല എന്ന്. കാരണം അദ്ദേഹത്തിന് വാക്ക് പറഞ്ഞു ഊരി പറയാൻ അറിയില്ല. സത്യസന്ധതയിൽ നിലനിൽക്കുന്ന ഒരു നേതാവാണ്. വാക്കിന് ഉറപ്പുള്ളവരാണ്, ചങ്കിന് ഉറപ്പുള്ളവരാണ്, പറയുന്ന വാക്കിന് വിലയുള്ളവരാണ്. അതുകൊണ്ട് അദ്ദേഹം ഭരിച്ച കാലത്ത് കേരളത്തിൽ പവർ കട്ടുണ്ടായില്ല. കേരളത്തിൽ നല്ല ഭരണമുണ്ടായി. നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഭരണകർത്താവാണ് അദ്ദേഹം. ഞാനിവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലായി, 1970-കളിൽ അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പുനലൂരിലുള്ള ഒരു ആശുപത്രിയിൽ ഞാൻ ജനിച്ചതേ ഉള്ളൂ. എന്റെ ജനനകാലത്ത് തന്നെ നിയമസഭയിൽ ഇവിടുത്തെ ജനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആയിരുന്ന അദ്ദേഹം ഇന്ന് കേരളം ഭാവി മുഴുവൻ കാണുന്ന, ഭാവിയെ നോക്കിക്കാണുന്ന അജയ്യനായ നേതാവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് യാതൊരു വിമുഖതയുമില്ല. ആ പിണറായി വിജയൻ 14ാമത്തെ മകൻ, കല്യാണി എന്ന അമ്മയുടെ 14ാമത്തെ മകൻ, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പിതാവിനെ നഷ്ടപ്പെട്ട മകൻ, ജീവിതത്തിന്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുവന്ന ആ മകൻ, തന്റെ സഹോദരൻ മർദ്ദനമേറ്റ് മരിച്ചുവെന്ന വാർത്തയും തനിക്ക് മുൻപേ ജനിച്ച തന്റെ പൂർവ്വ സഹോദരന്മാർ ഈ ലോകത്തു നിന്ന് ശൈശവപ്രായത്തിൽ കടന്നുപോയി തുടങ്ങിയ തിക്തമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തു വന്ന ആ സഖാവിനോടാണ് പറയുന്നത്, ഒന്ന് ചിരിക്കൂ. നമ്മൾ മനസ്സിലാക്കണം, വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമാണ് ആ വ്യക്തിയുടെ ആകാര ഭാഷയിൽ നമ്മൾ കാണുന്നത്. ആ സത്യസന്ധനായ നേതാവിനെ ഇവിടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ 3 രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. 3 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ സംസ്കാര സമ്പന്നമായി സംസാരിക്കണമെന്നാണ് എന്റെ നാട്ടുകാരുടെ ആഗ്രഹം, വിശ്വാസികളുടെ ആഗ്രഹം, പാർട്ടിയിലുള്ളവരുടെ ആഗ്രഹം, മാത്രമല്ല എന്റെ കുട്ടികളുടെയും ആഗ്രഹം. ആ ആദ്യത്തെ രാജാവ് പറയുകയാണ്, ആകയാൽ ഈ ജനത്തെ നയിക്കുന്നതിന്, ഗുണമേതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. വിവേകമുള്ള ഒരു ഹൃദയം ഈ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി എനിക്ക് തരണമേ എന്ന് കരഞ്ഞത് മറ്റാരുമല്ല, വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ എന്നും ബൈബിളിൽ ശലോമോൻ എന്നും സോളമൻ എന്നും വിഖ്യാതനായ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമനാണ്. എന്തിനാണ്? വിവേകത്തോടെ ജനത്തെ നയിക്കാൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വിവേകമുള്ളവരാണോ ഇന്ന് കേരളം ഭരിക്കുന്നത്? വിവേകമുള്ളവരാണോ ഇന്ന് കേരളം ഭരിക്കുന്നത്? ഇനി ഞാൻ മറ്റൊരു രാജാവിനെ കുറിച്ച് പറയാം, ഹരിശ്ചന്ദ്രൻ, സത്യത്തിന്റെ രാജാവ്, പുരാണം പഠിപ്പിച്ചു നൽകിയ രാജാവ്. ഞാൻ ചോദിക്കുകയാണ്, സത്യമുള്ളവരാണോ നിങ്ങളുടെ മണ്ണിന് ഭരിക്കുന്നത്? സത്യമുള്ളവരാണോ? സത്യം വെളിപ്പെടുത്താൻ കഴിയുന്നവരാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇനി അല്പം പള്ളിപ്രസംഗമില്ലാതെ പറ്റില്ല. കാരണം അച്ഛൻ ഈ നോമ്പ് കാലത്ത് ഈ വേദിയിൽ പോയി രാഷ്ട്രീയമൊക്കെ പറയാൻ വലിയ ആവേശമാണല്ലോ, പള്ളിയിൽ ഇത്ര ആവേശമൊന്നും കാണുന്നില്ലല്ലോ എന്നൊരാൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, പള്ളിയിൽ നിങ്ങൾ വരുന്നത് കോൺഗ്രസുകാരനായിട്ടല്ല, മാർക്സിസ്റ്റുകാരനായിട്ടും അല്ല, സത്യവിശ്വാസിയായിട്ടാണ്. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ വിചാരമൊന്നുമില്ല. അച്ഛനുമില്ല, നിങ്ങൾക്കുമില്ല. അച്ഛനുമില്ല, നിങ്ങൾക്കുമില്ല. നിങ്ങൾ ഏകഭാവത്തിൽ ആരാധിക്കുമ്പോൾ ഞാൻ ഒച്ചയെടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷേ നാട്ടിൽ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണ്. അവിടെ ഒച്ചത്തിൽ പറയും, ഇതാണ് ശരി, ഇടതുപക്ഷമാണ് ശരി എന്ന് ഉച്ചത്തിൽ പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ശരിയാണെന്ന് പറയുന്നത്?
നീ ഹൈന്ദവനാകട്ടെ, നീ ക്രൈസ്തവനാകട്ടെ, നീ ഇസ്ലാമികനാകട്ടെ, നിനക്ക് ഒരേ ഒരു രക്തത്തിൽ പിറന്നവരാണെന്നുള്ള വിചാരധാരയിൽ മാനവരായി ജീവിക്കുവാൻ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പരിസരമുണ്ടെങ്കിൽ അത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിന്റെ വേദിയിൽ നിന്ന് ഞാൻ ഒരല്പം സുവിശേഷം പറയുകയാണ്. കാരണം എനിക്ക് ഇവിടെ പറ്റുകയുള്ളൂ. പക്ഷെ എന്റെ മതമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ പറയാൻ ഇവിടെ പറ്റില്ല. ഹിന്ദുവാണ് വലുതെന്നോ ക്രൈസ്തവനാണ് വലുതെന്നോ ഇസ്ലാമികനാണെന്നോ വലുതെന്നോ പറയാതെ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുവാൻ അവസരമൊരുക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം കേരളത്തിലുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയ പരിസരമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, നോമ്പ് കാലമാണ്. നോമ്പെന്ന് പറഞ്ഞാൽ നോട്ടം, അൻപ് എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ്. നോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വിശ്വാസം നോക്കണം, ഞാൻ എന്റെ ഭക്തി നോക്കണം, ഞാൻ എന്റെ സംശുദ്ധി നോക്കണം. പക്ഷെ അതിന്റെ രണ്ടാമത്തെ ഘട്ടം അൻപെന്ന് പറയുന്നത് എന്റെ സമൂഹത്തോട് ഞാൻ കരുണയുള്ളവരായിരിക്കണം. അവിടെ ഹൈന്ദവനെന്നോ മുസ്ലിമെന്നോ ഭേദമില്ല. ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ വിശ്വാസത്തെ ശരിയായി പുലർത്തുന്നവനാണെങ്കിൽ ഞാൻ ഈ സമൂഹത്തോട് കരുണയുള്ളവനായിരിക്കണം.